ഇത് ചൊവ്വാഴ്ചത്തെ വീഡിയോ ആണ്. ചൊവ്വാഴ്ച വൈകിട്ടാണ് നമ്മൾ പളനിക്ക് പോയത്. ട്രെയിനാണ് പോയത്. അപ്പോൾ നമ്മുടെ പിടിപ്പീലിയൊക്കെ അമ്മ പൂജിച്ചെടുക്കുവാണ്. പൂജിച്ചെന്ന് വെച്ചാൽ നമ്മുടെ കർപ്പൂരം ഒഴിഞ്ഞിട്ട് പിടിപ്പീലി എടുക്കുവാണ്. അങ്ങനെ നമ്മൾ എല്ലാം റെഡിയായിട്ട് ഇറങ്ങാനൊരുങ്ങുവാണ്. കുഞ്ഞമ്മ വന്നിട്ടുണ്ട്. അമ്മും പൊന്നൂസും റെഡിയായിട്ട് നിൽക്കുവാണ്. നമുക്ക് കായംകുളത്തു നിന്നാണ് ട്രെയിനുള്ളത്. നമ്മൾ അമൃത എക്സ്പ്രസ്സിനാണ് പോകുന്നത്. തിരുവനന്തപുരത്ത് നിന്നും രാമേശ്വരം വരെ പോകുന്ന ട്രെയിനാണ് അമൃത എക്സ്പ്രസ്. നമുക്ക് 9:30-ക്കായിരുന്നു ട്രെയിൻ. നമ്മളിപ്പോൾ കാറിന് പോയിട്ട് സ്റ്റേഷനിൽ കാറ് പാർക്ക് ചെയ്തിട്ട് നമ്മളങ്ങനെ ട്രെയിനിന് പോകുമായിരുന്നു. അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. നമ്മുടെ കൂടെ അശ്വതിയും ചേട്ടനും ഉണ്ട്. കേശുവേട്ടൻ്റെ മുടിയും മൊട്ടയടിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ സ്റ്റേഷനിലെത്തി. കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ അകത്തോട്ട് കയറുവാണ്. 9:30-ക്കായിരുന്നു ട്രെയിനിൻ്റെ സമയം. പക്ഷേങ്കിൽ ട്രെയിൻ 1 മണിക്കൂർ ലേറ്റ് ആയിരുന്നു. അങ്ങനെ 10:30-ഒക്കെ ആയപ്പോഴത്തേക്കിനും ട്രെയിൻ എത്തി. കാശി ഉറക്കത്തിൻ്റേതായ നല്ല മൂശാട്ടയായിരുന്നു ആ സമയത്ത്. പിന്നെ ട്രെയിൻ വന്നു. നമ്മളകത്ത് കയറി കഴിഞ്ഞിട്ട് ഉള്ള വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. കാരണം കുഞ്ഞ് ഉറക്കത്തിൻ്റെ ഭയങ്കര മൂശാട്ടം. അത് മാത്രമല്ല 10:30-ഒക്കെ ആയപ്പോഴത്തേക്കിനും അതിനകത്തുള്ള എല്ലാവരും നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ പിന്നെ നമ്മൾ കയറി. രാവിലെ രാവിലെ ഉണർന്നപ്പം നമ്മൾ പൊള്ളാച്ചി കഴിഞ്ഞു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഇങ്ങോട്ട് ഒരുപാട് തെങ്ങുകൾ. നമ്മളെ കേരളത്തിലാണ് ഒരുപാട് തെങ്ങുകളുള്ളതെന്നാണ് പറയുന്നത്. പക്ഷേങ്കിൽ ഇപ്പം എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിലാണെന്ന്. അങ്ങനെ കുറേ മയിലിനെയും ഒക്കെ കണ്ടു കേട്ടോ നമ്മൾ. കാറ്റാടി മരങ്ങളും. ഇവിടെ നല്ല മഴയായിരുന്നു തോന്നുന്നില്ല. കാരണം ഇവിടെ എല്ലാം നനഞ്ഞു കിടപ്പുണ്ട്. പിന്നെ കൃഷിക്കായിട്ട് സ്ഥലങ്ങളെല്ലാം ഒരുക്കിയിട്ടിട്ടുണ്ട്. എന്തായാലും നല്ല വൈബായിരുന്നു. സൂര്യൻ ഉദിച്ച് വരുന്നതും. അങ്ങനെ പൊന്നൂസ് ഉണർന്നിട്ടില്ലായിരുന്നു. കാശി രാവിലെ തന്നെ ഉണർന്ന് ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ടിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് ട്രെയിനിന് കയറുന്നത്. പൊന്നൂസും അതെ, കാശി അതെ. അങ്ങനെ പിന്നെ നമ്മൾ 7 മണി ആയപ്പോഴത്തേക്കിനും പളനിയിലെത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് നമ്മൾ ഓട്ടോ പിടിച്ചാണ് അവിടെ എത്തിയ. സ്റ്റേഷനിൽ നിന്ന് ഓട്ടോ പിടിച്ചാണ് പളനിയിലെത്തിയത്. അങ്ങനെ കുറേ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ സ്റ്റേഷനിലെത്തിയിട്ട് പിന്നെ നമ്മൾ 2 ബോഗിയിലായിട്ടായിരുന്നു. ഞങ്ങൾ S4-ലും അശ്വതിയും ചേട്ടനൊക്കെ S14-ലും ആയിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ സ്റ്റേഷനിലെത്തി. നല്ല യാത്രയായിരുന്നു കേട്ടോ. അപ്പം പളനിയിലെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.